കാർഷിക വാർത്തകൾ. ഉത്സവ വിപണിയിൽ നേട്ടം കൊയ്യാനുള്ള ശ്രമത്തിലാണ് കാർഷിക മേഖല. നവരാത്രി ലക്ഷ്യമിട്ടുള്ള വിൽപ്പനയിൽ വെളിച്ചെണ്ണയും ഏലവും കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നവയാണ്. ഉൽപാദന മേഖലയിൽ നടന്ന 2 വ്യത്യസ്ത ലേലങ്ങളിലായി മൊത്തം 1,18,129 കിലോഗ്രാം ഏലക്ക വിൽപ്പനയ്ക്ക് ഇറങ്ങിയതിൽ 1,14,009 കിലോയും അതിവേഗം വിറ്റഴിക്കപ്പെട്ടു. കയറ്റുമതി വിഭാഗവും ആഭ്യന്തര ഇടപാടുകാരും ഏലക്ക ശേഖരിക്കാൻ ഉത്സാഹിച്ചത് മികച്ച ഇനങ്ങളെ കിലോ 2,839 രൂപ വരെ ഉയർത്തിയപ്പോൾ ശരാശരി ഇനങ്ങൾ കിലോ 2,231 രൂപയിലും കൈമാറി. ഹൈറേഞ്ചിൽ വിളവെടുപ്പിന് തുടക്കം കുറിച്ചതിനാൽ പുതിയ ചരക്ക് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നുണ്ട്. പച്ച ഏലക്ക കിലോ 380 രൂപ റേഞ്ചിലാണ് ഇടപാടുകൾ നടക്കുന്നത്. അന്തർ സംസ്ഥാന വ്യാപാരികൾ കുരുമുളക് സംഭരണത്തിൽ നിന്നും അല്പം പിൻവലിഞ്ഞത് നിരക്ക് കുറച്ചെങ്കിലും താഴ്ന്ന വിലയ്ക്ക് ചരക്ക് കൈമാറാൻ കാർഷിക മേഖല ഉത്സാഹം കാണിച്ചില്ല. ഉത്സവ ദിനങ്ങൾ കഴിഞ്ഞതിനാൽ മധ്യവർത്തികളും വിപണിയിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. അതേസമയം നവരാത്രി ദീപാവലി വേളയിലെ ആവശ്യങ്ങൾക്കുള്ള ചരക്ക് സംഭരണം ഉത്തരേന്ത്യൻ വാങ്ങലുകാർ ഇനിയും പൂർത്തിയാക്കിയിട്ടില്ലെന്നതാണ് വിപണി വിലയിരുത്തൽ. അൺഗാർബിൾഡ് കുരുമുളക് കിലോ 680 രൂപയിലാണ് വിറ്റഴിച്ചത്. വെളിച്ചെണ്ണ വിപണിയിലെ അഭൂത വിലക്കയറ്റം അവസരമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് നാളികേര കർഷകരും കൊപ്ര ഉൽപാദകരും. ഓണവേളയിൽ കാഴ്ചവെച്ചതിലും അതിശക്തമായ കുതിച്ചുചാട്ടമാണ് ഉത്സവ ദിനങ്ങൾക്ക് ശേഷം വിലയിൽ ദൃശ്യമായത്. നേരത്തെ ചിങ്ങം കഴിയുന്നതോടെ വില ഇടിയുമെന്ന ആശങ്കയിലായിരുന്നു നാളികേര ഉൽപാദകരും കൊപ്രയാട്ട് വ്യവസായികളും. അതുകൊണ്ട് തന്നെ ഏതാനും ആഴ്ചകളായി കൊപ്ര സംഭരണത്തിൽ താൽപര്യം കാണിക്കാതെ സ്റ്റോക്കുള്ള എണ്ണ വിറ്റുമാറാൻ പല അവസരങ്ങളിലും മില്ലുകാർ തിടുക്കം കാണിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊപ്ര വിലയിൽ വർധന. താങ്ങുവിലയേക്കാൾ 840 രൂപ ഉയർന്നാണ് കൊപ്ര വിൽപ്പന നടക്കുന്നത്. പച്ചത്തേങ്ങ വിലയ്ക്കൊപ്പം കൊപ്ര വിലയും കുതിക്കുകയാണ്. കിൻഡലിന് 12,000 രൂപയിലാണ് കൊപ്ര വില പുരോഗമിക്കുന്നത്. 11,160 രൂപയാണ് നിലവിൽ കൊപ്രയുടെ താങ്ങുവില. പച്ചത്തേങ്ങ താങ്ങുവിലയായ കിലോയ്ക്ക് 32 രൂപ നിരക്കിലും ഉയർന്നാണ് വിൽപ്പന നടക്കുന്നത്. ചരക്ക് വരവ് കുറഞ്ഞതാണ് വിലവർധനയുടെ കാരണമെന്നാണ് വ്യാപാരികൾ വ്യക്തമാക്കുന്നത്. വരാനിരിക്കുന്ന ഉത്സവ സീസൺ മുന്നിൽ കണ്ടാണ് ഈ വിലവർധന. താങ്ങുവിലയ്ക്കുള്ള പച്ചത്തേങ്ങ കൊപ്പ സംഭരണം ആരംഭിച്ചിരുന്നെങ്കിലും ഇതിന്റെ ഗുണം കർഷകർക്ക് ലഭിച്ചില്ലെന്ന പരാതിയുമുണ്ട്. ഈ വർഷം 102 ടൺ കൊപ്ര മാത്രമാണ് സംഭരിക്കാനായത്. കേരളത്തിൽ ഈ വർഷം നാളികേര ഉൽപാദനത്തിൽ കനത്ത ഇടിവാണുണ്ടായിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ രാസവള സബ്സിഡി വിതരണം 45,242 കോടി രൂപയിലെത്തി. കർഷകർക്ക് മിതമായ നിരക്കിലും വളങ്ങൾ ഉറപ്പാക്കാനാണ് സർക്കാർ നീക്കം. നടപ്പ് റാബി സീസണിൽ P&K വളങ്ങൾക്ക് 24,474.53 കോടി രൂപ സബ്സിഡി നൽകാൻ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഏപ്രിൽ ജൂലൈ കാലയളവിൽ യൂറിയയ്ക്ക് 32,461.52 കോടി രൂപയും P&Kയ്ക്ക് 12,759.32 കോടി രൂപയും ലഭിച്ചിട്ടുണ്ട്. പ്രധാന രാസവളങ്ങളുടെ ഇറക്കുമതിയിൽ 30% ഇടിവുണ്ടായിട്ടും നടപ്പ് സാമ്പത്തിക വർഷം ബജറ്റിൽ വകയിരുത്തിയ 1,64,000 കോടി രൂപയാണ്. വളങ്ങൾക്ക് സർക്കാർ പരമാവധി ചില്ലറ വിൽപ്പന വില നിശ്ചയിച്ചിട്ടുണ്ടെന്നും ഇന്ത്യ കൂടുതലും ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിനാൽ ആഗോള വിലയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് സബ്സിഡി പരിഷ്കരിക്കുകയാണെന്നും റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബസ്മതി ഇതര അരി കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനൊരുങ്ങി ഇന്ത്യ. രാജ്യത്തെ അരി ഉൽപാദനം ഈ വർഷം ഉയർന്ന തോതിലാകുമെന്ന നിഗമനത്തെ തുടർന്നാണ് കയറ്റുമതി നിരോധനത്തിൽ രാജ്യം പുതിയ നീക്കം നടത്താനൊരുങ്ങുന്നത്. ചില സംസ്ഥാനങ്ങളിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായിട്ടും ഈ വർഷം ഇന്ത്യയിലെ അരി ഉൽപാദനം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കുന്നത്. അടുത്ത വാരം പുതിയ വിളവെടുക്കാൻ ഒരുങ്ങുകയാണ് കർഷകർ. ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക കയറ്റുമതി രാജ്യമാണ് ഇന്ത്യ. ഇത്തവണ കൂടുതൽ പ്രദേശങ്ങളിൽ നെല്ല് കൃഷി ചെയ്തിട്ടുണ്ട്. ഈ വർഷം മൺസൂണിൽ മികച്ച മഴയാണ് ലഭിച്ചത്. 4 മാസ സീസണിൽ ഇതുവരെ ശരാശരിയേക്കാൾ 7.6% കൂടുതൽ മഴ ലഭിച്ചു. ബസുമതി ഇതര അരിക്ക് ഏകീകൃത കയറ്റുമതി നയം നടപ്പിലാക്കണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസം റൈസ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരുന്നു. ബസുമതി അരിയുടെ ഏറ്റവും കുറഞ്ഞ കയറ്റുമതി വില അടുത്തിടെ നീക്കം ചെയ്തിരുന്നു. 2023 ജൂലൈയിലാണ് ബസുമതി ഇതര അരിയുടെ കയറ്റുമതി ഇന്ത്യ നിരോധിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 230, RSS 5 227, ലാറ്റക്സ് 140, ജാതിക്ക 275, ജാതിപത്രി 1500 മുതൽ 1700 വരെ, ഗ്രാമ്പു
950. അടയ്ക്ക 240. കാപ്പിക്കുരു 225. കൊക്കോ പരിപ്പ് 300. കുരുമുളക് ഗാർബിൾ 67,800. കുരുമുളക് അൺഗാർബിൾ 65,800. ഏലക്ക 2,150 മുതൽ 2,300 വരെ. വെളിച്ചെണ്ണ 17,900. കൊപ്ര 12,200. ചുക്ക് 36,000.